ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രാജ ഓർ വിദ്രോഹി എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. രാജ ഓർ വിദ്രോഹി. രാജാവും വിപ്ലവകാരിയും. വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരി അല്ലെങ്കിൽ കലാപകാരി എന്നൊക്കെയാണ് അർത്ഥം. ഇതൊരു നാടകമാണ്. ഈ നാടകം എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അമർ ഗോസ്വാമിയാണ്. ആദ്യം പാത്ര, കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. രാജേൻ, രാജ. രാജേൻ എന്ന് പറഞ്ഞ കുട്ടി രാജാവാണ്. ജിതേൻ മന്ത്രി, ജിതേൻ മന്ത്രിയാണ്. ഉപേൻ ന്യായാധീഷ്, ഉപേൻ എന്ന് പറഞ്ഞ കുട്ടി ന്യായാധീഷാണ്. ന്യായാധീഷ് എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ് കേട്ടോ. ഹേം വിദ്രോഹിയാണ്. ഹേം എന്ന് പറഞ്ഞ കുട്ടി വിപ്ലവകാരിയാണ്. പിന്നെയുള്ള ക്യാരക്ടേഴ്സ് സേനാപതി, സൈനിക്, കുച്ച് ജനത, മതി. സേനാപതി എന്ന് പറഞ്ഞാൽ സേനാപതി തന്നെയാണ്. സൈനിക് എന്ന് പറഞ്ഞാൽ ഭടന്മാരാണ്. കുച്ച് ജനത എന്ന് പറഞ്ഞാൽ കുറച്ച് ജനങ്ങൾ. മതി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പേരാണ്. പെഹ്ലാ ദൃശ്യ, ആദ്യത്തെ ദൃശ്യം, അതായത് ഫസ്റ്റ് സീൻ. രാജേൻ പറയാണ്, മേ തും ലോഗോ കാ രാജാ ഹോ, ഞാൻ നിങ്ങളുടെയൊക്കെ രാജാവാണ്. അപ്പോൾ ഹേം പറയാണ്, തും രാജ മഗർ ക്യോ, നീ രാജാവോ, എന്തുകൊണ്ട് അങ്ങനെ, എന്താ അങ്ങനെ? അപ്പോൾ രാജേൻ പറയാണ്, ക്യോങ്കി മേ തും സബ്സെ ബഡാ ഹൂം, എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളെ എല്ലാവരെക്കാളും വലുതാണ്. ഹേം, മഗർ സിർഫ് ഇസി ബാത് സെ സാബിത് നഹീ ഹോത്താ കി തും സബ്സെ ബൽവാൻ ബി ഹോ, നീ വലുതാണെന്നുള്ളത് കൊണ്ട് നീ എല്ലാവരെക്കാളും ശക്തിശാലി ആവണമെന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് നിനക്കാണുള്ളതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ നീ എല്ലാവരെക്കാളും വലുതാണെന്ന് വെച്ചിട്ട്. അപ്പോൾ രാജേൻ പറയാണ്, ക്യാ മേരി താക്കത്ത് സബ്സെ ജ്യാദാ നഹീ ഹേ, ചലോ ലഡ് ലേ, എന്താ എൻ്റെ ശക്തി എല്ലാവരെക്കാളും കൂടുതലല്ലേ, ഞാൻ എന്താ എല്ലാവരെക്കാളും ശക്തിശാലിയല്ലേ, എന്നാൽ നമുക്ക് നോക്കാമല്ലോ, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറയാണ്. ഹേം, ठीक है, എന്നാൽ ശരി. രാജേൻ, മേ തുമ്ഹാരാ ജബഡ തോട് ദൂങ്ക, ഞാൻ നിൻ്റെ താടിയിൽ ഇടിച്ച് പൊട്ടിക്കുമെന്ന് പറയാണ്. താടിയിൽ പറഞ്ഞാൽ ജോ ആണ്. ഹേം പറയാണ്, തുമ്ഹാരി നാക്ക ഭുർത്ത ബനാ ദൂങ്ക, നിൻ്റെ മൂക്കിടിച്ച് ഞാൻ പരത്തുമെന്ന് പറയില്ല. ഭുർത്ത ബനാന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പം ഞാൻ നിൻ്റെ മൂക്കിലിട്ടിടിക്കും, മൂക്കിടിച്ച് പരത്തുന്നതാണ് എൻ്റെ അർത്ഥം. രാജേൻ, തുമ്ഹാരി ബത്തീസി തോട് ദൂങ്ക, നിൻ്റെ 32 പല്ല് ഞാൻ ഇടിച്ച് കൊഴിക്കും. ബത്തീസി തോട് ദേന എന്ന് പറഞ്ഞാൽ 32 പല്ല് ഇടിച്ച് കൊഴിക്കുക എന്നാണ് അർത്ഥം. മതി കാ പ്രവേശ്, മതി കടന്നു വരുന്നു. മതി, അരെ യേ ക്യാ, തും ലോഗ് ഇസ് തര ജഗഡ ക്യോ കർ രഹേ ഹോ, ഇതെന്താ അത്, നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ അടികൂടുന്നത്, നിങ്ങൾ എന്തിനാ അടികൂടുന്നത്? ഹേം, രാജേൻ कहता है कि वह राजा बनेगा, वह खुद को सबसे बलवान मानता है, मगर मैं ऐसा नहीं समझता. രാജേൻ പറയുന്നു അവന് രാജാവാവണമെന്ന്, അവൻ എല്ലാവരെക്കാളും ശക്തിശാലിയാണെന്നാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. മതി, യഹ് സിർഫ് ഖേൽ ഹെ, രാജേൻ കെ രാജ ബന്നെ മേ ഹർസ് ക്യാ ഹെ, ഇത് വെറും കളിയാണ്. രാജേൻ രാജാവായപ്പോൾ എന്താ അതുകൊണ്ടുള്ള ദോഷം? ബാദ് മേ തുമ്ഹാരി ബി രാജ ബന്നെ കി ബാരി ആയേഗി, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് രാജാവാനുള്ള നിന്റെ ടേണും വരും, നിനക്കും അവസരം വരും. ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്, ഇങ്ങനെ നമ്മൾ രാജാവിനൊക്കെ കാണുമ്പോൾ ജയ് വിളിക്കില്ലേ, അതുപോലെ വിളിക്കുകയാണ്. ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്, രാജേന്ദ്ര എന്നുള്ള പേര് രാജേന്ദ്ര എന്നാക്കി മാറ്റി. അബ് ബതായേ ആപ് മന്ത്രി കിസെ ബനാ രഹേ ഹേ, ഇനി പറയൂ താങ്കൾ ആരെയാണ് മന്ത്രിയാക്കുന്നത് എന്ന് മതി രാജാവിനോട് ചോദിക്കുകയാണ്, അതായത് രാജേനോട് ചോദിക്കുകയാണ്. രാജേൻ, ജിതേൻ കോ മേ അപ്നാ മന്ത്രി ബനാവുങ്ക, ജിതേനെ ഞാൻ എൻ്റെ മന്ത്രിയാക്കും. മതി, ഓർ സേനാപതി, അപ്പോൾ സേനാപതിയോ? രാജേൻ, തും ബനോഗേ, നീ സേനാപതി ആവോ എന്ന് മതിയോട് ചോദിക്കുകയാണ്. മതി, ഓർ ന്യായാധീഷ് കോൺ ബനേഗ, ജഡ്ജി ആരാവും? രാജേൻ, ഇസ്കെ ലിയെ അപ്നാ ഉപേൻ ഹെ, ഇതിനായിട്ട് നമ്മുടെ ഉപേൻ ഉണ്ട്, ഉപേൻ ഒരു കുട്ടിയാണ്. മതി, ഓർ ബാക്കി ബച്ചേ ലഡ്കെ, അപ്പോൾ ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും? രാജേൻ, വേ സബി സൈനിക് ബനേങ്കെ, അവരൊക്കെ സൈനികരാവും, അവരൊക്കെ ഭടന്മാരാവും. മതി, ठीक है, खेल शुरू हो, ശരി നമുക്ക് കളി തുടങ്ങാം. സൈനിക് ലോഗ് തും സബ് കത്താർ മേ ഖഡേ ഹോ ജാओ, സൈനികന്മാർ അതായത് ഭടന്മാരെ നിങ്ങളെല്ലാവരും ഒരു ലൈനായിട്ട് അവിടെ നിൽക്കൂ. മഹാരാജ് കോ സലാം കരോ, രാജാവിനെയൊക്കെ സല്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ലൈനിൽ നിൽക്കൂ. കഹോ മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ,
നിങ്ങൾ പറയേണ്ടത് മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ എന്നാണ്. മഹാരാജാവ് രാജേന്ദ്രൻ ജയിക്കട്ടെ എന്നാണ്. ദൂസറാ ദൃശ്യ സീൻ 2. രാജ: സേനാപതി തുംസെ മേ കാഫി നാരാസ് ഹൂം. സേനാപതി നിന്നോട് ഞാനിപ്പോൾ അത്യാവശ്യം ദേഷ്യത്തിലാണ്. സേനാപതി: ऐसी क्या गलती हुई മഹാരാജ്. താങ്കൾ അങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് രാജാവേ എന്ന് ചോദിക്കുകയാണ് സേനാപതി. രാജ: തുമ്മേ കിസി ബാത് കാ ജോഷ് നഹി രഹാ. നിനക്ക് ഒരു കാര്യത്തിലും ഒരു ഉത്സാഹം ഒന്നും ഉണ്ടായിരുന്നില്ല. സേനാപതി: ആജ്ഞ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹൈ. ഓർഡേഴ്സ് തരൂ മഹാരാജൻ, എനിക്ക് താങ്കളുടെ ആഗ്രഹങ്ങളാണ് എല്ലാം. രാജ: सेनापति बनने के बाद से अभी तक तुमने किसी लड़ाई की तैयारी नहीं की है. സേനാപതി ആയതിനു ശേഷം തൊട്ട് ഇപ്പം വരെ നീ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. സേനാപതി: മഹാരാജ് കിസ്സെ ലടേ, കോയി ദുഷ്മൻ തോ ഹേ ഹി നഹി. മഹാരാജാവേ, ഞങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുക? നമുക്കൊരു ശത്രു ഇല്ലല്ലോ. രാജ: ദുഷ്മൻ നഹി ഹേ തോ ഫിർ ദുഷ്മൻ ബനാओ. ശത്രു ഇല്ലേ, എന്നാൽ ശത്രുവിനെ ഉണ്ടാക്കണം. तुम्हें खजाने से अच्छे खासे पैसे मिलते हैं और तुम्हारे सैनिक खाली बैठे बैठे उकता रहे हैं. നിനക്ക് ഇവിടുത്തെ ട്രഷറിയിൽ നിന്നൊക്കെ നിറയെ പൈസ കിട്ടുന്നുണ്ട്, എന്നിട്ട് നിന്റെ ഭടന്മാർ അവിടെ യുദ്ധമൊന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഭടന്മാർക്കൊക്കെ. अगर बाहरी दुश्मन उन्हें नहीं मिले तो किसी दिन वे मुझ पर ही हमला करने आ जाएंगे. സൈനികോ, അവർക്ക് പുറത്തുനിന്നുള്ള ഒരു ശത്രുവിനെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദിവസം അവർ എന്നെ തന്നെ ആക്രമിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് ഭടന്മാരെ വിളിക്കുകയാണ്. ഏക് സൈനിക്: ആജ്ഞ ദീജിയെ മഹാരാജ്, ഓർഡേഴ്സ് തരൂ മഹാരാജൻ. രാജ: അഗർ തുമ്ഹേ ലഡായി കർണി പടേ തോ കേസാ ലഗേഗ. നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അത് ഇഷ്ടപ്പെടുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. ബാക്കി സൈനിക്: മറ്റുള്ള സൈനികർ, ബാക്കി ഒരാളിപ്പോൾ സംസാരിച്ചല്ലോ, അയാളല്ലാതെ ബാക്കിയുള്ള ഭടന്മാർ പറയാണ്. ലഡായി ഫിർ തോ ബഡാ മസ ആയേഗ. യുദ്ധമോ, അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ, യുദ്ധമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലാവേണ്ടത് നമുക്കിതിൽ. രാജ: ठीक कहा, मजे की बात ही है സേനാപതി. ശരിയാണ് പറഞ്ഞത്, നല്ല രസമുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സേനാപതിയെ വിളിക്കുകയാണ്. സേനാപതി: ആദേശ് ദീജിയെ മഹാരാജ്. തരൂ, ഞങ്ങൾക്ക് അതിൻ്റെ ഓർഡേഴ്സ് തരൂ എന്ന് പറയാണ്. രാജ: കോയി ദുഷ്മൻ ഡൂണ്ട് നിക്കാലോ. ഏതെങ്കിലും ശത്രുവിനെ കണ്ടുപിടിക്കണം. ഉസ്കെ ബാദ് ഹി ലഡായി ശുരു ഹോഗി. അത് കഴിഞ്ഞിട്ടേ യുദ്ധം ആരംഭിക്കുകയുള്ളൂ. രാജാ കാ പ്രസ്ഥാൻ, ഹേം ഓർ ജനതാ കാ പ്രവേശ്. രാജാവ് അവിടെ നിന്ന് പോകുന്നു, ഹേമും ബാക്കി ജനങ്ങളും കടന്നു വരുന്നു. സേനാപതി: സാഥിയോ, क्या तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी है. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും രാജാവിനോട് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെ സമ്മതമുള്ളവരുണ്ടോ? ജനത: ജി നഹി, ഇല്ല. സേനാപതി: ക്യാ ഏക് ബി നഹി, ഒരാൾ പോലും ഇല്ലേ എന്ന് സേനാപതി ചോദിക്കുകയാണ്. അപ്പോൾ ജനത പറയാണ്, അതായത് ജനങ്ങൾ പറയാണ്, ഹം കിസി സെ ഡർത്തെ നഹി, ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല ആരെയും. ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്ന നഹി ചാത്തെ, എന്നാലും ഞങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സേനാപതി: മഗർ ഹേം തുമ്നെ മഹാരാജ് കാ അപമാൻ കിയാ ഹെ. ഹേം, നീ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട്. തോ ഫിർ തുമ്ഹാരെ സാത്ത് ഹി ലഡായി ഹോ, അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ തന്നെ ആയിരിക്കും യുദ്ധം നടക്കേണ്ടത്. ഹേം: മഗർ മേനെ കിസ് തറ മഹാരാജ് കാ അപമാൻ കിയാ. ഹേം ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചത്? सेनापति: हमारे महाराज जब तुम्हारे मकान के सामने से गुजर रहे थे उस वक्त तुम खिड़की के पास खड़े होकर जम्बाई ले रहे थे. രാജാവ് നിന്റെ വീടിൻ്റെ മുമ്പ് കൂടെ പോണ സമയത്ത് നീ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് കോട്ടുവായി ഇടുമായിരുന്നു. തീനോ സൈനിക് ജംബായി ലേ രഹാ ഥാ. ഹ ഹ ഹ. 3 ഭടന്മാരും പറയുകയാണ്, കോട്ടുവായി ഇടുമായിരുന്നോ? ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ്. जनता: जम्बाई लेना तो भयंकर बात है. इतना साहस, इससे बड़ा अपमान और क्या होगा. കോട്ടുവായി ഇടുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയൊരു കുറ്റമാണ്. ഇത്രയും ധൈര്യമോ നിനക്ക്? ഇതിനേക്കാളും വലിയ അപമാനം വേറെ എന്താ ഉള്ളത്? ഹേം:
मगर राजा बनने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे हैं. രാജാവായതിനു ശേഷം മഹാരാജാവ് ഒരിക്കൽ പോലും എൻ്റെ വീട്ടിന് മുമ്പ് കൂടെ വന്നിട്ടില്ലല്ലോ എന്ന് ഹേം ചോദിക്കുകയാണ്. സേനാപതി, മഗർ ഭയ്യ, क्या तुम दिल पर हाथ रखकर कह सकते हो कि तुमने कभी जम्बाई नहीं ली? പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുമോ നിങ്ങൾ ഇതുവരെ കോട്ടുമായിട്ടില്ല എന്ന്? ഹേം, तो मुझे मान ही लेना पड़ेगा कि मैंने ज़रूर कभी जम्बाई ली होगी. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതിക്കേണ്ടി തന്നെ വരും, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കോട്ടുമായിട്ടിട്ടുണ്ടാവുമെന്ന്. സേനാപതി, ശബാഷ്, अब तुमने बहादुरों की जैसी बात कही. ധൈര്യശാലികളെ പോലെയാണ് നീ പറഞ്ഞത്. जनता, इसे कहते हैं राजा का एकदम योग्य शत्रु, ठीक है ना? ഇവനെയാണ് ശരിക്കും രാജാവിന് കറക്റ്റ് ആയിട്ടുള്ള, രാജാവിന് മാച്ച് ആയിട്ടുള്ള ഒരു ശത്രു എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. സബി സൈനിക്, എല്ലാ ഭടന്മാരും, തുംസെ ലഡായി കർക്കെ ജറൂർ മസ ആയേഗ, നിന്നോട് യുദ്ധം ചെയ്തിട്ട് എന്തായാലും നല്ല രസം ഉണ്ടാവും. സേനാപതി, ചലോ സൈനിക്കോ, ഇസ് മഹാൻ യുദ്ധ കെ ലിയെ തയ്യാർ ഹോ. സേനാപതി പറയാണ്, വാ ഭടന്മാരെ, നമുക്ക് ഈ വലിയ യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കണ്ടേ, അതിനായിട്ട് റെഡി ആവണ്ടേ, വാ നമുക്ക് റെഡി ആവാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. ജനത, ജയ് രാജാധിരാജ് രാജേന്ദ്ര കി ജയ്. അപ്പൊ ജനത ഇങ്ങനെ ജയ് വിളിക്കുകയാണ് രാജാവിന്. തീസര ദൃശ്യ, മൂന്നാമത്തെ സീൻ. സേനാപതി കാ പ്രസ്ഥാൻ, ന്യായാധീശ് കാ പ്രവേശ്. സേനാപതി പോകുന്നു, ന്യായാധീശ് അതായത് ജഡ്ജി കടന്നു വരുന്നു. ജനത, माननीय न्यायाधीश महोदय, हम लोग जानना चाहते हैं कि हेम के साथ महाराज की यह जो लड़ाई हो रही है वह कहाँ तक उचित है. ജനങ്ങൾ ജഡ്ജിനോട് ചോദിക്കുകയാണ്, മാന്യനായ ജഡ്ജി, ഞങ്ങൾക്ക് അറിയേണ്ടത് ഹേമിൻ്റെ കൂടെയുള്ള രാജാവിൻ്റെ ഈ യുദ്ധം ഉണ്ടല്ലോ, അത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം കറക്റ്റാണ്. ന്യായാധീശ്, അരെ ജറ ഇസ്കി ബാത് സുനോ, വേ തോ രാജാ ഹേ. നിങ്ങൾ ഇയാൾ പറയണ കേൾക്കൂ, അയാൾ രാജാവാണ് എന്ന് ജഡ്ജി പറയാണ്. ജനത പറയാണ്, ഇസിലിയേ തോ വേ ന്യായ് ധർമ്മ കെ പാലൻഹാർ ഹോങ്കെ. അതുകൊണ്ട് രാജാവായതുകൊണ്ട് അദ്ദേഹം ന്യായത്തിനെയൊക്കെ പാലിക്കുന്ന ആളായിരിക്കണമല്ലോ, ധർമ്മിഷ്ഠനായ ഒരാളായിരിക്കണമല്ലോ. ന്യായാധീശ്, ന്യായ് അന്യായ് തോ രാജാ ഹി ജാനത്തെ ഹെ, ഹം ലോഗ് ക്യാ കർ സക്തെ ഹെ. ജഡ്ജി പറയാണ്, ന്യായം അന്യായം എല്ലാം രാജാവിനാണല്ലോ അറിയാം, രാജാവിൻ്റെ തീരുമാനത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യാനാണ്. जनता, हम समझते हैं कि जब तक महाराज न्याय की राह पर चलेंगे तब तक वे हम लोगों के राजा बने रहेंगे. അപ്പോൾ ജനങ്ങൾ പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏത് സമയം വരെയാണോ രാജാവ് ന്യായത്തിൻ്റെ കൂടെ, ന്യായത്തിൻ്റെ പാത്തിൽ നടക്കുന്നത്, അതുവരെ മാത്രമാണ് ആ രാജാവ് ഞങ്ങളുടെ രാജാവായിരിക്കുള്ളൂ. അന്യായം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഞങ്ങളുടെ രാജാവല്ല എന്ന് പറയാണ്. ന്യായാധീശ്, लेकिन राजा की इच्छा के सामने हमें सिर झुकाना ही पड़ेगा. പക്ഷേ രാജാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ നമുക്ക് തല കുനിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ജഡ്ജി പറയാണ്. ജനത, അഗർ വ ഇച്ഛ അന്യായ ഹോ അധർമ്മ ഹോ തബ് ഭി. ആ ആഗ്രഹം അന്യായമോ അധർമ്മമോ ഒക്കെ ആണെങ്കിലും നമ്മൾ തല കുനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ന്യായാധീശ്, ഹാ തബ് ഭി. ജഡ്ജി പറയാണ്, അങ്ങനെയാണെങ്കിലും നമ്മൾ അതൊക്കെ തലകുനിക്കേണ്ടി വരും. ജനത, ക്യോ, അതെന്താ അങ്ങനെ? ന്യായാധീശ്, बड़े आश्चर्य की बात है, जानते नहीं कि महाराज के पास काफ़ी बड़ी फौज की ताकत है. ജഡ്ജി പറയാണ്, വലിയ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ രാജാവിൻ്റെ കയ്യിൽ വലിയ ആർമി ഉണ്ടെന്നൊക്കെ, നല്ല ശക്തിയുള്ള ഒരു ആർമി ഉണ്ടെന്നൊക്കെ. ജനത, महाराज को अदालत में बुलाने का आदेश दीजिए. അപ്പോൾ ജനങ്ങൾ പറയാണ്, രാജാവിനെ കോടതിയിലേക്ക് വിളിക്കാനുള്ള ഓർഡേഴ്സ് തരൂ. ന്യായാധീശ്, മഹാരാജ് കോ അദാലത് മേ ബുലാന പടേഗ. ജഡ്ജി പറയാണ്, എന്താ ഇപ്പം രാജാവിനെയും കോടതിയിലേക്ക് വിളിക്കേണ്ടി വരുമോ? ജനത, അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തെ तो फिर आपका कोई फैसला हम नहीं मानेंगे. താങ്കൾ ജഡ്ജിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു തീരുമാനവും ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ അനുസരിക്കില്ല എന്ന് ജനങ്ങൾ പറയാണ്. ന്യായാധീശ്, തും സബ്കി ബാतें न्याय संगत हैं, महाराज को बुलवा भेजने की अब ज़रूरत नहीं, वे खुद ही इधर आ रहे हैं. അപ്പോൾ ജഡ്ജി പറയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി രാജാവിനെ
വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം സ്വയം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. രാജാ കാ പ്രവേശ്, രാജാവ് കടന്നു വരുന്നു. രാജ, യഹാ ഭീഡ് ക്യോ ലഗി ഹെ, തും ലോഗോं को क्या चाहिए, ഇവിടെ എന്താ എത്ര തിരക്ക്, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് രാജാവ് ചോദിക്കുകയാണ്. ജനത, ഹമേ ന്യായ് ചാഹിയെ മഹാരാജ്, ഞങ്ങൾക്ക് ജസ്റ്റിസ് ആണ് വേണ്ടത്, ഞങ്ങൾക്ക് ന്യായം വേണം, നീതി വേണം. രാജ, इसके लिए अदालत है, वहाँ जाने पर न्याय के लिए सोचना नहीं पड़ेगा. അതിന് ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോടതി ഉള്ളത്, അവിടെ പോയാൽ നിങ്ങൾക്ക് ന്യായം കിട്ടും, അതിന് വലിയ പാടൊന്നുമില്ല. जनता, माननीय न्यायाधीश से जानने आए हैं कि हेम के विरुद्ध महाराज की लड़ाई क्या उचित है. ഞങ്ങൾ ഇവിടുത്തെ ജഡ്ജിയോട് ചോദിച്ചറിയാൻ വന്നതാണ്, മഹാരാജാവും ഹേമും തമ്മിലുള്ള യുദ്ധം എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ളതാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ വന്നതാണ്. രാജ, ഉചിത്, രാജ കഭി അന്യായ നഹീ കർ സക്തെ. ശരിയോ, രാജാവ് ഒരിക്കലും അന്യായം ചെയ്യില്ല, അപ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചോദ്യം വരേണ്ട ആവശ്യമില്ല. ജനത, രാജാ ജബ് അന്യായ കർത്തെ ഹെ ഫിർ വേ രാജാ നഹീ രഹത്തെ. രാജാവ് അന്യായം കാണിക്കുമ്പോൾ പിന്നെ അയാൾ രാജാവായിരിക്കില്ല, രാജാവ് ആയി തുടരാൻ പറ്റില്ല അയാൾക്ക്. രാജ, തും ലോഗ് കടി ബാത്തേ കർ രഹേ ഹോ, ഇസ്കാ പരിണാം സോച്ച് ലോ. നിങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ പറയണേ, ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് പറയാണ്. जनता, राजा कभी अन्याय नहीं करते, इस बात का मतलब आप भी सोच लीजिए. महाराज, हम सविनय जानना चाहते हैं कि हेम का अपराध क्या है. രാജാവ് ഒരിക്കലും അന്യായം ചെയ്യില്ല. ഈ വാക്കിൻ്റെ അർത്ഥം, ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നിങ്ങളും ആലോചിച്ചോളൂ മഹാരാജാവേ എന്ന് പറയാണ്. ഞങ്ങൾക്ക് ഹേം ചെയ്ത കുറ്റം എന്താണ് എന്ന് അറിയണം എന്ന് ചോദിക്കണം, എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. രാജ, इसको तो मैं ठीक ठीक से बता नहीं सकता, എനിക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റില്ല. जहाँ तक मुझे याद है कि एक दिन राजमहल का हाथी जब घूमने निकला था, ठीक उसी वक्त हेम ने उसके सामने थूक दिया था. इसे सभी ने देखा है. എനിക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജകൊട്ടാരത്തിൽ ആന പുറത്ത് കറങ്ങാനായിട്ട് പോയപ്പോൾ, പുറത്തിങ്ങനെ ചുറ്റാനായിട്ട് പോയപ്പോൾ അതേ സമയത്ത് ഹേം വന്നിട്ട് അതിൻ്റെ മുമ്പിൽ തുപ്പി, ആനയുടെ മുമ്പിൽ തുപ്പി, അതെല്ലാവരും കണ്ടു. जनता, राजा के कानून में अगर दंड देने लायक हो तो अदालत में हेम पर मुकदमा क्यों न चलाया जाए. രാജാവിൻ്റെ നിയമം അനുസരിച്ച് ഇതൊരു പനിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ കോടതിയിൽ എന്തുകൊണ്ട് ഹേമിന് വെച്ച് വിസ്താരം നടത്തിക്കൂടാ. രാജ, यानी कि लड़ाई के आनंद और उल्लास से തും ലോഗ് മുझे അലഗ് കർണ ചാഹത്തെ ഹോ. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് യുദ്ധത്തിൻ്റെ ഒരു രസത്തിൽ നിന്നൊക്കെ എന്നെ നിങ്ങൾ മാറ്റി നിർത്തുമെന്നാണ് അല്ലേ, നിങ്ങൾ മാറ്റി നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അല്ലേ. ജനത, ഇസിലിയേക്ക് ലഡായി അന്യായ ഹെ. ഞങ്ങൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം അന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ്. രാജ, ലേക്കിൻ ഹമേ ഇസ്കി ബേഹദ് ജറൂരത്ത് ഹെ. പക്ഷേ എനിക്കിത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ യുദ്ധം. जनता, ज़रूरत क्यों, അതെന്താ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്, എന്താണ് അത്യാവശ്യം എന്ന് ചോദിക്കുകയാണ്. രാജ, ഖാലി ബേട്ടെ ബേട്ടെ ഹമാരെ സൈനിക് ലഡ്നാ ഭൂൽത്തെ ജാ രഹേ ഹെ. വെറുതെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഭടന്മാരൊക്കെ യുദ്ധം ചെയ്യുന്ന തന്നെ മറന്നുകൊണ്ടിരിക്കുകയാണ്. जनता, तब तो हम लोग हेम की तरफ हैं, चलो भाई चलकर हेम के हाथ मजबूत करें. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹേമിൻ്റെ സൈഡിലാണ്, വാ നമുക്ക് പോയി ഹേമിനെ സഹായിക്കാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഹേമിനെ സഹായിക്കാം എന്ന് പറയാണ്. സബ് ജാത്തെ ഹെ, എല്ലാവരും പോകുന്നു. സേനാപതി കാ പ്രവേശ്, സേനാപതി കടന്നു വരുന്നു. രാജ, തും പരേഷാൻ നസർ ആ രഹേ ഹോ, നീ എന്തോ അസ്വസ്ഥനായ പോലെ ഉണ്ടല്ലോ കാണാൻ എന്ന് ചോദിക്കുകയാണ്. സേനാപതി, ജി മഹാരാജ്, സാരി ബാത്തേ സുന്നേ പർ ആപ് ഭി പരേഷാൻ ഹോ ജായെങ്കെ. ആ രാജാവേ, ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും അസ്വസ്ഥനാവും. രാജ, ऐसी क्या बात है, അങ്ങനെ എന്താണിപ്പോൾ നടക്കുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. സേനാപതി, जिस कारण से यह लड़ाई लड़ी जानी है वे उसे ठीक नहीं समझते. ഏത് കാരണം കൊണ്ടാണോ ഈ യുദ്ധം നടക്കുന്നത് ആ കാരണം കറക്റ്റ് അല്ല എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. രാജ, इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया था. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് യുദ്ധത്തിൻ്റെ കാരണം
എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന കാര്യത്തിൽ നീ അധികം ശ്രദ്ധ പുലർത്തിയിട്ടില്ല എന്ന്. സേനാപതി ഉദർ ലഡായി ചൽ രഹി ഹൈ, അവിടെ യുദ്ധം നടക്കുകയാണ്. സബ്സെ പെഹലെ മുझे വഹാ പഹുഞ്ചന ഹോഗ, ഏറ്റവും ആദ്യം എനിക്ക് അവിടെയാണ് എത്തിച്ചേരേണ്ടി വരിക. രാജ ऐसा ही करो, അങ്ങനെ തന്നെ ചെയ്യണം. पर याद रखना विद्रोहियों को माफ नहीं किया जाएगा, പക്ഷെ നീ ഓർത്തോ, കലാപകാരികൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ഏക് സൈനിക് കാ പ്രവേശ്, ഒരു ഭടൻ കടന്നു വരുന്നു. സൈനിക് സേനാപതി ജി ഹം ലോഗ് ഹാർ ഗയേ, സേനാപതി നമ്മൾ തോറ്റുപോയി, യുദ്ധത്തിൽ തോറ്റുപോയി. സേനാപതി ഹാർ ഗയേ ക്യാ കഹത്തെ ഹോ, അഭി തോ ലഡായി ശുരു ഹി ഹുയി ഥി, തോറ്റെന്നോ, നീ എന്താണ് ഈ പറയുന്നത്, ഇപ്പൊ യുദ്ധം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. സൈനിക് ഹമാരെ ലോഗ് ബഡി സംഖ്യാമേ ഭാഗ് രഹേ ഹൈ, നമ്മുടെ ആൾക്കാർ വലിയ എണ്ണത്തിൽ, അതായത് കുറേ ആൾക്കാരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ ജാओ जाकर उनसे कहो जो भागेगा नहीं उसे इनाम दिया जाएगा, उसका राजकीय सम्मान होगा. പോയി അവരോടൊക്കെ പറ, ആരാണോ ഓടാതെ യുദ്ധം ചെയ്യുന്നത്, നിൽക്കുന്നത്, അവർക്ക് സമ്മാനം നൽകുന്നുണ്ട്, അവർക്ക് റോയൽ റെസ്പെക്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്, രാജകീയമായ ഒരു റെസ്പെക്റ്റ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സൈനിക്കോ കെ സാത്ത് ഹേം കാ പ്രവേശ്, ഭടന്മാരുടെ കൂടെ ഹേം കടന്നു വരുന്നു. ഹേം ആപ് ബന്ദി ഹെ, നിങ്ങൾ അറസ്റ്റിലാണെന്നൊക്കെ പറയില്ല, അതുപോലെ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പിടിയിലാണ് എന്ന് ഹേം രാജാവിനോട് പറയാണ്. രാജ സാവധാൻ ഹേം യ മത് ഭൂലോ കി മേ രാജാ ഹൂം, നീ ഞാൻ രാജാവാന്ന് മറക്കണ്ട എന്ന് ഹേമിനോട് പറയാൻ രാജാവ്. ഹേം രാജാ കാ അധികാർ ആപ്നെ ഖോ ദിയാ ഹെ, രാജാവിൻ്റെ അധികാരങ്ങളൊക്കെ നിങ്ങൾ നശിപ്പിച്ചു, നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്, നിങ്ങൾക്കിനി ആ അധികാരങ്ങളൊന്നുമില്ല. ജനതാ കെ ദർബാർ മേ ആപ് അപരാധി ഹെ, ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ കുറ്റവാളിയാണ്. ഉൻഹി കെ ഫൈസ്ലെ കാ പാലൻ കർനെ ആയാ ഹൂം, അവരുടെ തീരുമാനം നടപ്പിലാക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ഹേം പറയാണ്. രാജ അപ്നി ജിന്ദാ രഹത്തെ മേ ऐसा नहीं होने दूंगा, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ജനതാ കാ പ്രവേശ്, ജനങ്ങൾ കടന്നു വരുന്നു. ജനത പാപി രാജാ കാ നാശ് ഹോ, പാപിയായ രാജാവ് നശിച്ചു പോട്ടെ എന്ന് പറയാണ്. രാജ സേനാപതി തുമ്ഹാരെ സാമനെ ऐसा अत्याचार, तुम्हारी महाराज का इस तरह अपमान करने की हिम्मत, സേനാപതി നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ക്രൂരതയോ, നിന്റെ രാജാവിനെ ഇങ്ങനെ അപമാനിക്കേ എന്നൊക്കെ ഇങ്ങനെ സേനാപതിയോട് ചോദിക്കുകയാണ്. സേനാപതി ആജ് മേരെ പാസ് കോയി അധികാർ നഹീ ഹെ മഹാരാജ്, ഇന്ന് എൻ്റെ അടുത്ത് ഒരു അധികാരവുമില്ല, എൻ്റെ കയ്യിലൊരു അധികാരവും ഇല്ല എന്ന് സേനാപതി പറയാണ്. രാജ ന്യായാധീഷ് ऐसे बदमाशों को तुम सजा क्यों नहीं देते, ജഡ്ജിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ശിക്ഷ കൊടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ന്യായാധീഷ്. ഇസിലിയേ കി ന്യായ് ഇൻഹി കെ ഹാത്ത് മേ ഹെ, ഞാൻ ശിക്ഷ കൊടുക്കാത്തത് ന്യായം ഇവരുടെ കയ്യിലായതുകൊണ്ടാണ്. ഓർ ഇൻകെ സാത്ത് പൂരി സേന ബി ഹെ, ജനതയുടെ കൂടെയാണ് ഈ സേന മൊത്തം, നമ്മുടെ സേന മൊത്തം അവരുടെ കൂടെയാണ്. ആപ് ഭി അബ് ഖാമോഷ് രഹിയേ, നിങ്ങളും മിണ്ടാണ്ടിരിക്കുമെന്ന് രാജാവിനോട് പറയാണ്. രാജ് മുക്കുട്ട് ഉത്താർ ദീജിയേ, രാജകിരീടം അഴിക്കൂ എന്ന് പറയാണ്. ജനതാ കി ഭീഡ് മേ മിൽ ജായിയേ, ജനങ്ങളുടെ ഇടയിലേക്ക് പോകൂ എന്ന് പറയാണ്. രാജ തോ ലഡായി ഖത്മ ഹോ ഗയി, അങ്ങനെയാണെങ്കിൽ അപ്പോൾ യുദ്ധം കഴിഞ്ഞോ. മഗർ ഇസ്സെ ക്യാ ഹുവാ, ഇതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായേന്ന്. അദാലത്ത് തോ ഹേ ഹി, കോടതി ഉണ്ടല്ലോ എന്തായാലും. വഹാൻ തോ മേ അപ്നി ബാത് റഖ് സക്താ ഹൂം, അവിടെ ഞാൻ എന്തായാലും എൻ്റെ കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക്. മേരി രാജ്യസഭ കെ ചാരൺ അദാലത്ത് മേ മേരി ഓർ സെ ऐसा ഭാഷൺ देंगे कि मेरी नीति ही ठीक है, എൻ്റെ രാജ്യസഭയിലുള്ള എൻ്റെ കോർട്ടിലുള്ള ചാരൺ എന്ന് പറഞ്ഞാൽ ഈ കിങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പുകഴ്ത്തി പറയാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ചാരൺ കോടതിയിൽ എനിക്ക് വേണ്ടിയിട്ട് നല്ല പോലെ വാദിക്കും. അപ്പോൾ എൻ്റെ നീതി, ഞാൻ പറയുന്നത് തന്നെയാണ് നീതി എന്ന് തെളിയിക്കപ്പെടും. ന്യായാധീഷ് രാജ് ചാരൺ കി चापलूसी सुन सुनकर जनता के कान जनजना रहे हैं, രാജാരൻ്റെ ഫേക്ക് ആയിട്ടുള്ള പ്രേസുകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട്, അതായത് രാജാവിനെ പറ്റിയിട്ട് ഇങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ജനങ്ങൾക്കെല്ലാം
മടുത്തു എന്ന് പറയാണ്. കാൻ ജൻജനാന എന്ന് പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. അതായത് മടുത്തു, എനിക്ക് കേൾക്കാൻ പറ്റില്ല, കേട്ട് മടുത്തു എന്ന് തന്നെയാണ് അർത്ഥം. രാജ മുझे പതാ ഹെ നമക് കാ ഗുൺ വ ഗായേഗാ ഹി. അതെനിക്കറിയാം, ഉണ്ട ചോറിൻ്റെ നന്ദി അയാൾ എന്തായാലും കാണിക്കുമല്ലോ. സമയ ആത്തേ ഹി മേ രാജ് ചാരൺ കോ പുരസ്കൃത് കറൂങ്ക. അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ ഞാൻ എന്തായാലും ഈ രാജ് ചാരണ് പ്രൈസൊക്കെ കൊടുക്കും എന്ന് പറയാണ്, റിവാർഡ് ചെയ്യുമെന്ന് പറയാണ്. ന്യായാധീഷ് രാജ് ചാരൺ ने कहा है कि सिर्फ मुकुट छीन लेने से ही नहीं चलेगा. ജഡ്ജി പറയാണ്, നിങ്ങളുടെ രാജ് ചാരൺ പറയുന്നത് നിങ്ങളുടെ കിരീടം മാത്രം തട്ടിയെടുത്തിട്ട് കാര്യമില്ല, കിരീടം മാത്രം നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാണ് രാജ് ചാരൺ പറയുന്നത് എന്ന്. അതായത് രാജപദവിയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം കാര്യമില്ല, അതിന് മേലെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് രാജ് ചാരൺ പറയുന്നത് എന്നാണ് അർത്ഥം. രാജ യ ക്യാ കേത്തെ ഹോ, നീ എന്താണ് പറയുന്നത്? തബ് തോ സച്ച്മുച്ച് മേരെ സാമനെ ഖത്ര ഹെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും എൻ്റെ മുമ്പിൽ ഡേഞ്ചർ ഉണ്ട്. ഞാൻ എൻ്റെ കോർട്ടിലുള്ള കവിയുടെ ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അഡ്വൈസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായാധീഷ് ദർബാരി കവി അബ് വിജയി ജനത കി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹെ. അപ്പോൾ ന്യായാധീഷ് പറയാണ്, നിങ്ങളുടെ കോർട്ട് പോയിട്ട് ഇപ്പോൾ വിജയശ്രീ ലാളിതരായ ജനങ്ങളുടെ വിക്ടറിയെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. രാജ തോ ആവോ മിത്ര ഹേം തുമ്ഹേ ബദായി. അപ്പോൾ രാജാവ് ഹേമിനെ വിളിക്കുകയാണ്, വാ സുഹൃത്തെ, നിനക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയാണ്. ധന്യ തുമ്ഹാര സാഹസ്, നിന്റെ ധൈര്യം വളരെ വലുതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ നിനക്ക്, നീ തെറ്റുകാരനല്ലാന്ന് തെളിയിക്കാനുള്ള നിന്റെ ധൈര്യം വളരെ വലുതാണ്. ജാനെ കെ പേലെ തുമ്ഹേ ദോ ഏക് സലാ ദേനാ ചാത്താ ഹൂം. പോകുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ കുറച്ച് ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. തും രാജ് ചാരൺ കെ പദ് കോ ഖത്തം കർ ദേന. നീ രാജ് ചാരൺ എന്ന പദവി ഇല്ലാതാക്കൂ. അബ് മേ വിദാ ലേത്താ ഹൂ സാത്തിയോ. ഇപ്പോൾ ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.